ഹലോ. ഓക്കെ, ഇന്ന് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പവർ ആംപ്ലിഫയറിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ സിലബസിലുള്ള നെക്സ്റ്റ് ടോപ്പിക്കാണ് പവർ ആംപ്ലിഫയേഴ്സ്. ഓക്കെ, സോ ഇപ്പോൾ പവർ ആംപ്ലിഫയർ എന്താണെന്നുള്ളത് നമുക്കറിയണം. സംടൈംസ് ഒരു ആംപ്ലിഫയറിന് ഒരു ലാർജസ്റ്റ് റെസിസ്റ്റീവ് ലോഡിനെ റൺ ചെയ്യേണ്ടി വരും. ഓക്കെ, ഡ്രൈവ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് നമ്മുടെ ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ ഒരു മോട്ടറിനെ ഡ്രൈവ് ചെയ്യാനോ, ഒരു റോബോട്ടിൽ ഉണ്ടാവുന്ന ഒരു മോട്ടറിനെ ഡ്രൈവ് ചെയ്യാനോ, അങ്ങനെയുള്ള ചില ആപ്ലിക്കേഷൻസിന് നമുക്ക് ഈ പറയുന്ന ആംപ്ലിഫയർ എന്ന് പറയുന്നത് ലാർജ് റെസിസ്റ്റീവ് ലോഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു റെസിസ്റ്റീവിൽ നമുക്ക് അവിടെ ഹൈ സ്വിച്ചിങ് കറന്റ് ആവശ്യം വരുന്നുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമുക്ക് ഈ പറയുന്ന പവർ ആംപ്ലിഫയറിന്റെ ഉപയോഗം വരുന്നത്. ഓക്കെ, അതായത് നമ്മുടെ റെസിസ്റ്റീവ് ലോഡ് എന്ന് പറയുന്നത് ലാർജ് ആണെങ്കിൽ, ലാർജ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ആംപ്ലിഫയറിന് ചിലപ്പോൾ നമ്മൾ നോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ആംപ്ലിഫയേഴ്സിന് ചിലപ്പോൾ അതിനെ റൺ ചെയ്യാനായിട്ട് പറ്റില്ല. ആ ഒരു ടൈമിലാണ് നമ്മൾ പവർ ആംപ്ലിഫയേഴ്സിനെ യൂസ് ചെയ്യുന്നത്. ബേസിക്കലി ഒരു പവർ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടേജ് ആംപ്ലിഫയർ ആണ്. ഒരു വോൾട്ടേജ് ആംപ്ലിഫയർ അതെന്താണ്? ദ ഡിഫറൻസ് ബീയിങ് ദാറ്റ് ദ ലോഡ് റെസിസ്റ്റൻസ് കണക്റ്റഡ് ടു ദ ഔട്ട്പുട്ട് ഈസ് റിലേറ്റീവ്ലി ലോ. ഓക്കെ, അതായത് ഔട്ട്പുട്ടിലേക്കായിരിക്കും നമ്മുടെ ഈ ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ലോ അതായിരിക്കും, ലോ റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മുടെ അവിടെ ആ ഒരു ഔട്ട്പുട്ടിന് അക്രോസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് കിട്ടുന്നത്. ഓക്കെ, സോ പവർ ആംപ്ലിഫയർ എന്ന് പറയുന്നത് നമ്മുടെ ഹൈ ലാർജ് റെസിസ്റ്റീവ് ലോഡ്സുകൾ യൂസ് ചെയ്യുന്നവിടെയാണ് നമുക്ക് ഈ ഒരു പവർ ആംപ്ലിഫയേഴ്സിനെ യൂസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പവർ ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നത് നിറയെ ടൈപ്സ് ഉണ്ട്. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് എ ബി സി ഡി, ദെൻ ജി, എസ്, ടി, അങ്ങനെ കുറേ ടൈപ്സ് ഉണ്ട്. നമുക്കിവിടെ പഠിക്കാനുള്ളത് 5 ടൈപ്സ് ആണ്. അതിൽ എയും ബിയും ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനുള്ളത്. ദെൻ എ ബി സി ഡി. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ദ ആംപ്ലിഫയറിലേക്ക് പോകാം. ക്ലാസ് എ ആംപ്ലിഫയർ. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടൈപ്പ് ഓഫ് പവർ ആംപ്ലിഫയർ കോൺഫിഗറേഷൻ ഇസ് ദ ക്ലാസ് എ ആംപ്ലിഫയർ. നമ്മൾ കോമൺ ആയിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ എന്ന് പറയുന്നത് ക്ലാസ് എ ആംപ്ലിഫയർ ആണ്. ഓക്കെ, ദ ക്ലാസ് എ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഒരു സിംപ്ലസ്റ്റ് ഫോം ആണ്. ഒരു പവർ ആംപ്ലിഫയറിൽ തന്നെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് എ ആംപ്ലിഫയർ ആണ്. ദാറ്റ് യൂസസ് എ സിംഗിൾ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ. അപ്പൊ നമുക്ക് ഇവിടെ എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്വിച്ച് ട്രാൻസിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അതേതാണ്? സ്റ്റാൻഡേർഡ് കോമൺ എമിറ്റർ സർക്യൂട്ട് കോൺഫിഗറേഷൻ. നമ്മൾ ഇൻവെർട്ടർ ഔട്ട്പുട്ട് നമുക്ക് പ്രീവിയസ്ലി ടു പ്രൊഡ്യൂസ് ആൻ ഇൻവെർട്ടഡ് ഔട്ട്പുട്ട്, ഒരു ഇൻവെർട്ടർ ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് കോമൺ എമിറ്റർ സർക്യൂട്ട് കോൺഫിഗറേഷൻ ആണ് നമ്മൾ ക്ലാസ് എ ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുന്നത്. അത് സിംപ്ലസ്റ്റ് ഫോം ആണ്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പവർ ആംപ്ലിഫയർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് എ ആംപ്ലിഫയർ ആണ്. The transistor is always biased on so that the conducts during one complete cycle of the input signal waveform, producing minimum distortions and maximum amplitude of the output signal. നമുക്കിവിടെ ഒരു കംപ്ലീറ്റ് സൈക്കിൾ, ഒരു ഇൻപുട്ട് സിഗ്നലിന്റെ ഒരു കംപ്ലീറ്റ് സൈക്കിൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ഡിസ്റ്റോർഷൻസ് വളരെ കുറവായിരിക്കും. ദെൻ ആംപ്ലിറ്റ്യൂഡിന്റെ ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും നമുക്ക് ആ ഒരു ഇൻപുട്ട് സിഗ്നലിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. അതാണ് ക്ലാസ് എ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്താണ് അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു ക്ലാസ് എ ആംപ്ലിഫയറിൽ ദ കോൺഫിഗറേഷൻ ഈസ് ഐഡിയൽ ഓപ്പറേറ്റിംഗ് മോഡ്. ഒരു ഐഡിയൽ ഓപ്പറേറ്റിംഗ് മോഡിലായിരിക്കും നമ്മുടെ ഈ ക്ലാസ് എ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, ദർ ക്യാൻ ബി നോ ക്രോസ് ഓവർ ഓർ സ്വിച്ച് ഓഫ് ഡിസ്റ്റോർഷൻ ടു ദ ഔട്ട്പുട്ട് വേവ് ഫോം ഈവൻ ഡ്യൂറിംഗ് ദ നെഗറ്റീവ് ഹാഫ് ഓഫ് ദ സ്വിച്ച് സൈക്കിൾ. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു കംപ്ലീറ്റ് സൈക്കിളിലും നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പൊ ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടാകും, ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടാകും. അപ്പോൾ ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്കൊരു സ്വിച്ച് ഓഫ് ഡിസ്റ്റോർഷൻ, അതായത് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് വരുമ്പോൾ ഒരു ഡിസ്റ്റോർഷൻസ് ഉണ്ടാകുന്നു. അങ്ങനത്തെ ഒരു പ്രോബ്ലം നമുക്ക് ഈ ഒരു ഇതിൽ വരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ദ ക്ലാസ് എ ആംപ്ലിഫയർ ഔട്ട്പുട്ട് സ്റ്റേജസ് മേ യൂസ് എ സിംഗിൾ പവർ ട്രാൻസിസ്റ്റർ. ഒരു സിംഗിൾ പവർ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഒരു പെയർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്, ദാറ്റ് ഈസ് 2 ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ ഈ ഒരു ഹൈ ലോഡ് കറന്റിനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ക്ലാസ് എ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതിവിടെ നമുക്കൊരു ക്രോസ് ഓവർ വരുന്നില്ല. ആ രണ്ട് പോസിറ്റീവും നെഗറ്റീവും രണ്ട് സൈനിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ക്രോസ് ഓവർ നമുക്കിവിടെ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഇതാണ് ഒരു സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ക്ലാസ് എ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നോക്കൂ, നമ്മൾ ആകെ ഒരു ട്രാൻസിസ്റ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഈ ഒരു ട്രാൻസിസ്റ്റർ മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്റെ ഇൻപുട്ട് സിഗ്നൽ ഞാൻ ഇവിടെ കൊടുക്കുന്നു. എനിക്കൊരു C1 കപ്പാസിറ്റർ ഉണ്ട്, ദാറ്റ് ഈസ് എ കപ്ലിംഗ് കപ്പാസിറ്റർ ബിറ്റ്വീൻ ദ ഇൻപുട്ട് സിഗ്നൽ ടു ദ ട്രാൻസിസ്റ്റർ. ഓക്കെ, R1, R2 ആൻഡ് RE അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ആണ്. ഈ CE എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു കപ്പാസിറ്റർ ആണ്, അതായത് ഒരു എമിറ്റർ കപ്പാസിറ്റർ. ദിസ് ഈസ് ദ എമിറ്റർ റെസിസ്റ്റർ ആൻഡ് ദിസ് ഈസ് ദ ലോഡ് റെസിസ്റ്റർ. അപ്പൊ നമുക്ക് ഇവിടെ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് സിഗ്നൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സിംഗിൾ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് എ ആംപ്ലിഫയർ എന്ന് പറയുന്നത്.
Okay, it uses a single-ended transistor for its output stage with the resistive load connected directly to the collector terminal. നമ്മൾ ഫിഗറിൽ കണ്ടതാണ് ഒരു റെസിസ്റ്റീവ് ലോഡിനെ നമ്മുടെ കളക്ടർ ടെർമിനലിലേക്ക് ഡയറക്റ്റ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു സിംഗിൾ എൻഡഡ് ട്രാൻസിസ്റ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. When the transistor switch on, it sinks the output current through the collector, resulting an inevitable voltage drop across the emitter resistance, thereby limiting the negative output capability. ഇപ്പൊ നമ്മുടെ ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോൾ എന്താവുന്നുണ്ട്, ഔട്ട്പുട്ട് കറന്റ്, ആ കളക്ടറിലൂടെ വരുന്ന ഔട്ട്പുട്ട് കറന്റ് എന്ന് പറയുന്നത് ഒരു ഇൻഎവിറ്റബിൾ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ഡ്രോപ്പ് നമുക്ക് ആ ഒരു എമിറ്റർ റെസിസ്റ്ററിൽ അക്രോസ് എമിറ്റർ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ RE ആണ് അല്ലെ. ആ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് നമുക്ക് ഒരു ചെറിയൊരു വോൾട്ടേജ് ഡ്രോപ്പ് അവിടെ ഫോം ആവുന്നുണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒരു നെഗറ്റീവ് ഔട്ട്പുട്ട് ക്യാപ്പബിലിറ്റിനെ ലിമിറ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അവിടെ പറഞ്ഞു ഒരു ക്രോസ് ഓവർ പ്രോബ്ലം വരുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഇവിടെ വരുന്നത്. Then the efficiency of this type of circuit is very low, less than 30%, and delivers small power output for large drain on the DC power supply. നമുക്ക് ഇവിടെ ഈ ഒരു ക്ലാസ് എ ആംപ്ലിഫയറിൽ ഉണ്ടാകുന്ന ടോട്ടൽ എഫിഷ്യൻസി മീൻസ് എന്താണ്, നമ്മുടെ ഔട്ട്പുട്ട് എത്രയാണോ, അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് നമുക്ക് എത്രയാണോ ഔട്ട്പുട്ട് വരുന്നത്, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പോൾ അതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു എഫിഷ്യൻസി ലെസ് ദാൻ 30% ആണ്. അതായത് ഇൻപുട്ട് കൊടുത്താലും നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് കൊടുക്കുന്ന അത്ര നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് എഫിഷ്യൻസി എന്ന് പറയുന്നത് കുറവാണ്. Then the small power output for a large drain on DC power supply. നമുക്ക് ലാർജ് ഡ്രെയിൻ ഓൺ DC power supply ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു സ്മോൾ പവർ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, a class A amplifier stages passes the same load current even when no input signal is applied. So large heat sinks are needed for the output resistor. ഈ ഒരു പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു മെയിൻ ഡ്രോബാക്ക് ആണ്. അതായത് നമുക്കിപ്പോൾ ഒരു ലോഡ് കറന്റ് സപ്ലൈ ഇല്ലെങ്കിൽ കൂടെ ഔട്ട്പുട്ട് സിഗ്നലിൽ നമുക്ക് എന്താണ്, നമുക്ക് ഒരു ഔട്ട്പുട്ട് ലോഡ് കറന്റ് നമുക്ക് അവിടെ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ഒരു ഇൻപുട്ട് സിഗ്നൽ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ കൂടെ, ദർ ഇസ് നോ ഇൻപുട്ട് സിഗ്നൽ ആണെങ്കിൽ കൂടെ നമുക്ക് വരുന്ന റിസൾട്ട് ആ ഒരു ലോഡ് കറന്റ് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഓവറോൾ സർക്യൂട്ട് എന്ന് പറയുന്നത് ഗെറ്റ് സ്റ്റാർട്ടഡ് ടു ഹീറ്റ്, നമുക്കൊരു ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അപ്പൊ നമ്മുടെ അവിടെ ഉണ്ടാവുന്ന ആ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ ഒരു ചൂടിനെ നമ്മളൊന്ന് ലിമിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഹീറ്റ് സിങ്ക് എന്ന് പറയുന്ന ഒരു ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. ഹീറ്റ് സിങ്ക് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ സർക്യൂട്ടുകളിൽ ഒരു ഹീറ്റ് ഇതാവുമല്ലോ, ഹീറ്റ് ഡിസിപ്പേറ്റ് ആവുന്നുണ്ട്. അപ്പൊ അതിനെ ഒന്ന് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഒന്ന് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നതാണ് ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ ടെമ്പറേച്ചർ കൂടും, കാരണം നമുക്ക് എന്താണ് ഇൻപുട്ട് ഇല്ലെങ്കിൽ കൂടെ ഔട്ട്പുട്ട് ലോഡ് കറന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ദർബൈ അവിടെ ആ ഒരു റെസിസ്റ്റീവ് ലോഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഹീറ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. സോ നമുക്ക് അവിടുത്തെ ഹീറ്റ് ആ ഒരു ടെമ്പറേച്ചറിനെ നമുക്ക് ലിമിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹീറ്റ് സിങ്കുകൾ കുറച്ച് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് സിങ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതാണ് ഒരു മെയിൻ ഡ്രോബാക്ക് ഓഫ് ദ ക്ലാസ് എ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദർ ഇസ് നോ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ ആൻഡ് സ്വിച്ചിങ് ഡിസ്റ്റോർഷൻ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഒരു ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നിന്നും നെഗറ്റീവിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു സ്വിച്ചിങ് ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ ഒരു ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ ഇവിടെ ഒക്യൂർ ആകുന്നില്ല. The harmonic components are mainly even harmonics. ഹാർമോണിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ടിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് അതിൽ ഓഡ് ഹാർമോണിക്സും ഉണ്ട്, ഈവൻ ഹാർമോണിക്സും ഉണ്ട്. നമുക്ക് ഇവിടെ ഒക്യൂർ ആകുന്നത് ഈവൻ ഹാർമോണിക്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ലിമിറ്റ് ചെയ്യാം അല്ലെങ്കിൽ അതിനെ നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹാർമോണിക്സ് ആയിരിക്കും ഇവിടെ ഒക്യൂർ ആകുന്നത്. Then the circuit is simple. നമ്മൾ സർക്യൂട്ട് കണ്ടതല്ലേ, ഇറ്റ് ഈസ് വെരി സിമ്പിൾ സർക്യൂട്ട് ആണ്. അപ്പൊ നമുക്ക് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും നമുക്ക് സർക്യൂട്ടിൽ തന്നെ കാണുന്നില്ല. Then disadvantages എന്തൊക്കെയാണ്? It has always consumed a lot of power, low efficiency, easy heating and high heat dissipation requirements. It has not been widely used. Okay, അപ്പൊ ഇങ്ങനെയുള്ള റീസൺസ് കാരണം നമുക്ക് കോമൺ സിമ്പിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് എന്തൊക്കെയാണ്, നമുക്ക് ലോട്ട് ഓഫ് പവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. എഫിഷ്യൻസി എന്ന് പറയുന്നത് 30% ഇരിക്കും. ഹീറ്റ് ആകുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ദെൻ ഹീറ്റ് ഡിസിപ്പേഷൻ കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഇതിനെ നമുക്ക് അങ്ങനെ എല്ലായിടത്തും പിടിച്ച് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ഓക്കെ, ദെൻ കോസ്റ്റ് ഓഫ് ദ ഹോൾ മെഷീൻ ഈസ് ഹൈ. അത് എന്തുകൊണ്ടായിരിക്കും ഹൈ ആവാൻ കാരണം? നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഹീറ്റ് സിങ്കിന്റെ ഉപയോഗം കൂടുന്നു. അപ്പോൾ ഒരു ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് നമുക്കിപ്പോൾ ഒരു ഹീറ്റ് സിങ്കിൽ ചിലപ്പോൾ മതിയാവില്ലായിരിക്കും. അപ്പൊ നമ്പർ ഓഫ് ഹീറ്റ് സിങ്ക് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ടോട്ടൽ ആ കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. ഇതാണ് നമുക്ക് ഇതിൽ വരുന്ന ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ആപ്ലിക്കേഷൻസ് നമുക്ക് എവിടെയൊക്കെ ഇത് യൂസ് ചെയ്യുന്നത്, ഇത്രയും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ കൂടെ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട്. എവിടെയൊക്കെയാണ്? The class A amplifier more suitable for outdoor musical systems since the transistor reproduces the entire audio waveform without ever cutting off.
ഓക്കെ, അതായത് നമ്മുടെ ഒരു ഔട്ട്ഡോർ മ്യൂസിക്കൽ സിസ്റ്റത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആസ് എ റിസൾട്ട് സൗണ്ട് ഈസ് വെരി ക്ലിയർ ആൻഡ് മോർ ലീനിയർ, ദാറ്റ് ഈസ് കണ്ടെയ്ൻസ് മച്ച് ലോവർ ലെവൽസ് ഓഫ് ഡിസ്റ്റോർഷൻസ്. നമുക്ക് ഡിസ്റ്റോർഷൻസ് ഇല്ലാത്തത് കൊണ്ട് ഔട്ട്ഡോർ മ്യൂസിക്കൽ സിസ്റ്റത്തിൽ നമുക്കത് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ആ ഒരു റിസൾട്ട് ആയിട്ട് വരുന്ന ആ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ആംപ്ലിഫൈഡ് സൗണ്ട് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സൗണ്ട് ആയിരിക്കും വരുന്നത്. They are usually very large, heavy, and they produce nearly 4 to 5 watts of heat energy per a watt of output. Therefore, they run a very hot and needs lot of ventilation. So they are not at all ideal for a car and rarely acceptable in a home. അപ്പോൾ നമ്മൾ എവിടെയാണ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കിത് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഒരു ചെറിയൊരു പ്രോബ്ലം, ഇതിന്റെ ഈ ഒരു ഡിസഡ്വാൻറ്റേജ് കാരണം നമുക്ക് കാറിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നമ്മളിത് പറഞ്ഞല്ലോ, ചൂട് കൂടുന്നതിനനുസരിച്ച് നമുക്ക് അതിന്റെ വെന്റിലേഷൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ കാറിൽ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഡിവൈസുകൾ എടുത്ത് വെക്കുന്നത് പറഞ്ഞ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് നമുക്ക് കാറിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്നാൽ ഹോമിൽ നമുക്ക് ചിലതായിട്ട് റെയർലി നമുക്ക് ഈ ഒരു മ്യൂസിക്കൽ സിസ്റ്റത്തിലോ അതിലോ ലൗഡ് സ്പീക്കറുകളിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ക്ലാസ് എ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ദ ക്ലാസ് ബി ആംപ്ലിഫയർ. ഓക്കെ, അപ്പൊ ക്ലാസ് ബി ആംപ്ലിഫയർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടി, എന്തിൽ നിന്നായിരിക്കും? അതായത് നമ്മുടെ ക്ലാസ് എ ആംപ്ലിഫയറിൽ നമ്മൾ കുറച്ച് ഡിസ്റ്റോർഷൻസ് അല്ലെങ്കിൽ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് കണ്ടു അല്ലെ. ആ ഡിസഡ്വാൻറ്റേജുകളെ നമുക്കൊന്ന് ഇംപ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് ആ ഡിസഡ്വാൻറ്റേജുകളെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് ബി ആംപ്ലിഫയർ എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ടു ഇംപ്രൂവ് ദ full power efficiency of the previous class A amplifier by reducing the wasted power in the form of heat, it is possible to design the power amplifier circuit with the 2 transistor in its output stages. അല്ലെ, അപ്പൊ നമ്മുടെ ക്ലാസ് എ ആംപ്ലിഫയറിൽ നമ്മൾ എന്താ പറയുന്നത്, ഔട്ട്പുട്ട് സ്റ്റേജിൽ നമുക്ക് മാക്സിമം ഒരു ട്രാൻസിസ്റ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ പവറിന്റെ ലോസ് കൂടുതലാകുന്നുണ്ട്. അപ്പൊ ആ ഒരു ലോസ് ആകുന്ന പവർ, ഓക്കെ, ആ ഒരു ഹീറ്റിന്റെ ഫോമിൽ ലോസ് ആയിക്കൊണ്ടിരിക്കുന്ന പവർ, വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന പവറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസിസ്റ്ററും കൂടി അവിടെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ക്ലാസ് ബി ആംപ്ലിഫയർ ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഡിസൈൻ ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതെവിടെയാണ്, നമ്മുടെ ഔട്ട്പുട്ട് സ്റ്റേജിലാണ്. സോ ദിസ് ക്രിയേറ്റ് വാട്ട് ഈസ് കോമൺലി ടേംഡ് ആസ് ക്ലാസ് ബി ആംപ്ലിഫയർ. ഇതിനെയാണ് നമ്മൾ ക്ലാസ് ബി ആംപ്ലിഫയർ, അതല്ലെങ്കിൽ പുഷ് പുൾ ആംപ്ലിഫയർ എന്നും കൂടി നമുക്ക് ഈ ഒരു കോൺഫിഗറേഷനിൽ പറയാൻ പറ്റും. Okay, push-pull amplifier uses 2 complementary or matching transistors, one being an NPN type and the other being a PNP type, with the both power transistors receiving the same input signal together, that is equal in magnitude but in opposite in phase each other. Okay, push pull ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ നമ്മൾ എന്ത് പറഞ്ഞു, 2 ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട് അല്ലെ. അത് ചിലപ്പോൾ കോംപ്ലിമെന്ററി ആയിരിക്കും, അല്ലെങ്കിൽ മാച്ചിങ് ട്രാൻസിസ്റ്റേഴ്സ് ആയിരിക്കാം. ഓക്കെ, ഒന്ന് NPN ടൈപ്പ് ആണെങ്കിൽ അതർ ഷുഡ് ബി ഇൻ PNP ടൈപ്പ് ആയിരിക്കാം. ഓക്കെ, ആയിരിക്കണം, PNP ടൈപ്പിൽ തന്നെ വരണം. അതുപോലെ തന്നെ ഈ 2 ട്രാൻസിസ്റ്ററിലും റിസീവ് ചെയ്യുന്ന ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ 2 ട്രാൻസിസ്റ്ററിലേക്കും കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം, ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കണം, ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഫേസ് ആയിരിക്കണം. 2 ഫേസിലുള്ള ഒരെണ്ണം പോസിറ്റീവ് ആണെങ്കിൽ ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കണം. അതാണ് ഓപ്പോസിറ്റ് ഇൻ ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള സിഗ്നൽ ആയിരിക്കണം നമുക്ക് ഇൻപുട്ട് സിഗ്നൽ ആയിട്ട് കൊടുക്കേണ്ടത് ഈ ക്ലാസ് ബി ആംപ്ലിഫയറിന്. Okay, this result in one transistor only amplifying 1/2 or 180 degree of the input waveform cycle, while the other transistor amplify the other half or remaining 180 of the input waveform cycle, with the resulting 2 halves being put back together again at the output terminal. Okay, അപ്പോൾ നമ്മൾ 2 ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണത്തിന് ഒരു ഫേസ് ആണെങ്കിൽ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഇൻ ഫേസ് ആണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് ഫേസിൽ എന്ന് പറയുമ്പോൾ എന്റെ ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫ്രം 0 to 180 ഡിഗ്രിയിൽ ഫസ്റ്റ് ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യും. അപ്പൊ എന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലായിരിക്കും എന്റെ സെക്കൻഡ് ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ എന്റെ T1 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് T2 ടേൺ ഓഫ് ആയിരിക്കും. Then T2 നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്റെ T1 എന്ന് പറയുന്നത് ടേൺ ഓഫ് ആയിരിക്കും. അപ്പൊ നമുക്ക് റിസൾട്ടിൽ എന്തായിരിക്കും, 2 ഹാഫ്സിന്റെയും ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഔട്ട്പുട്ട് ടെർമിനലിൽ 2 ഹാഫ് വേവിന്റെയും, അതായത് പോസിറ്റീവ് ഹാഫിന്റെയും സെക്കൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെയും ഔട്ട്പുട്ട് എനിക്ക് എന്റെ ഔട്ട്പുട്ട് ബ്ലോക്കിന് അക്രോസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതാണ് ക്ലാസ് ബി ആംപ്ലിഫയർ എന്ന് പറയുന്നത്. Then the conduction angle for this type of amplifier circuit is only 180 degree or 50% of the input signal. Only maximum 180 degree ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ഒരു ഇൻപുട്ട് സിഗ്നലിന്റെ 50% ആയിരിക്കും നമ്മുടെ കണ്ടക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. This pushing and pulling effect of the alternating half cycles by the transistors give this type of circuit its emerging
push-pull name but are more generally known as Class B amplifier. ഓക്കെ, അതായത് ഈ ഒരു രണ്ട് ട്രാൻസിസ്റ്ററുകൾ നമ്മൾ പറഞ്ഞല്ലോ. ഫസ്റ്റത്തേൽ നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഫസ്റ്റ് ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യും, ദെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ സെക്കൻഡ് ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു എഫക്ട് കാരണം അതുകൊണ്ടാണ് ഈ ഒരു സർക്യൂട്ടിന് അല്ലെങ്കിൽ ഈ ഒരു ആംപ്ലിഫയറിന് പുഷ് പുൾ ആംപ്ലിഫയർ എന്ന് പേര് വന്നിരിക്കുന്നത്. പക്ഷെ ജനറലി നമ്മൾ അറിയപ്പെടുന്നത് ക്ലാസ് ബി ആംപ്ലിഫയർ എന്ന് പറയും. അതുപോലെ തന്നെ പുഷ് പുൾ ആംപ്ലിഫയർ ഈസ് ആൻ അനദർ നെയിം ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പുഷ് പുൾ ആംപ്ലിഫയറിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ ട്രാൻസിസ്റ്റർ 1, ദിസ് ഈസ് ദ ട്രാൻസിസ്റ്റർ 2. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ട്രാൻസ്ഫോമർ ഫോമിലാക്കിയിരിക്കുന്നത്. പക്ഷെ ട്രാൻസിസ്റ്റർ T1 ആൻഡ് T2 കൊടുത്തിരിക്കുന്നത്. ഇത് കപ്ലിംഗ്, ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് കൊടുക്കുന്ന എന്റെ ബേസ് ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് രണ്ടും ഇവിടെ കണ്ടോ, ഫേസ് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് എന്റെ ഫസ്റ്റ് ഇൻപുട്ടിലേക്ക്, അതായത് ഫസ്റ്റ് ട്രാൻസിസ്റ്റർ 1ലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട്, ഇതാണ് എന്റെ ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന ആ ഒരു ഇൻപുട്ട് സിഗ്നൽ. ദിസ് ഈസ് ദ സെക്കൻഡ് ട്രാൻസിസ്റ്ററിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ. ഞാൻ എന്താ പറഞ്ഞിരുന്നത്, ഇറ്റ് ഈസ് സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം. നമുക്ക് നോക്കാം, ഈ രണ്ട് സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സെയിം ആണ്, ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഫേസ് ആയിരിക്കണം. ഓപ്പോസിറ്റ് ഫേസ് മീൻസ് നോക്കൂ, എനിക്ക് ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലാണ്, അപ്പൊ ആ സമയത്ത് എന്റെ ഇത് എന്ന് പറയുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് അല്ലെ. അപ്പൊ ദെൻ ഈ ഒരു സിഗ്നൽ എനിക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എത്തുമ്പോൾ എന്റെ ഈ ഒരു സിഗ്നൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഇതാണ് ഫേസ് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്, ഓപ്പോസിറ്റ് ഇൻ ഫേസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്റെ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താകുക, എന്റെ ഈ ട്രാൻസിസ്റ്റർ TR1 ആണ് കണ്ടക്ട് ചെയ്യുന്നത്, അതുവഴി എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. ദെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലേക്ക് എത്തിയെന്ന് ഇത് എന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എത്തിയപ്പോൾ എന്റെ ഈ ട്രാൻസിസ്റ്റർ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലാണ്. സോ എന്റെ ഈ TR2 കണ്ടക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് അതായത് ലോഡ് റെസിസ്റ്ററിനെ ക്രോസ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇതാണ് ക്ലാസ് ബി ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, so the circuit above shows a standard class B amplifier circuit that use a balanced center tapped input transformer. നമ്മൾ ഇൻപുട്ട് അതായത് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആണ്, ജസ്റ്റ് കപ്ലിംഗ് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണ്, which split the incoming wave signal into two equal halves which are 180 degree out of phase. ആ ട്രാൻസ്ഫോമർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, സെന്റർ ടാപ്ഡ് ആണ്. അതായത് നമുക്ക് 360 ഡിഗ്രിയാണ് ഒരു സിഗ്നൽ വരുന്നത് അല്ലെ, അതിനെ ഈക്വൽ ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയും ഒരെണ്ണം പോസിറ്റീവ് ഹാഫ് സൈക്കിളിലേക്കും, അതായത് രണ്ട് സിഗ്നലും ഓപ്പോസിറ്റ് ഇൻ ഫേസിലേക്ക് ആക്കുന്നത് ഈ ഒരു ടാപ്ഡ് ആണ്, അതായത് ടാപ്ഡ് ട്രാൻസ്ഫോമർ ആയിരിക്കും ഇൻപുട്ട് ട്രാൻസ്ഫോമർ. Another center tapped transformer on the output is used to recombine the two stages, providing the increased power to the load. അപ്പൊ നമ്മൾ ഈ പ്രോസസ്സിംഗ് നടക്കുന്നത് രണ്ട് ഹാഫ് സൈക്കിൾ ആയിട്ടാണ് അല്ലെ, പോസിറ്റീവും ദെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിളും. അപ്പൊ എനിക്ക് ഇൻപുട്ടിലും എന്താണ് 360 ഡിഗ്രിയാണ്, ഔട്ട്പുട്ടിലും എനിക്ക് എന്തായിരിക്കണം, ഈ 360 തന്നെ ആയിരിക്കണം. അപ്പൊ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആ സെന്റർ ടാപ്ഡ് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ രണ്ടായി കിടക്കുന്ന ഈ രണ്ട് സിഗ്നലുകളെ കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ സിഗ്നൽ ആയിട്ട് ഒരു ഹൈ റിസൾട്ടഡ് ആയിട്ടുള്ള ഇൻക്രീസ് പവർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് സൈഡിൽ ഒരു സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിരിക്കുന്നത്. സിമിലർലി ഔട്ട്പുട്ട് സൈഡിൽ നമ്മൾ ഒരു സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, the transistor used for this type of transformer push-pull amplifier circuit both are in NPN transistors with their emitter terminals are connected together. നമ്മൾ പറഞ്ഞു രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, ഒന്ന് സെയിം ആയിരിക്കാം അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിരിക്കാം. ഒന്ന് NPN ഉം PNPN ആകാം, അതല്ലെങ്കിൽ രണ്ട് NPN ആകാം, അല്ലെങ്കിൽ രണ്ട് PNPN ആകാം. ഇവിടെ എന്റെ രണ്ട് എമിറ്റർ ടെർമിനലും കൂടെയാണ് ഒരുമിച്ചായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഹിയർ the load current is shared between the two power transistor device as it decrease in one device and increase in the other device throughout the signal cycle, reducing output voltage and current to 0. അപ്പോൾ ഇവിടെ നമ്മുടെ ലോഡ് കറന്റ് എന്ന് പറയുന്നത് രണ്ട് ട്രാൻസിസ്റ്ററിലേക്കായിട്ട് ഈക്വൽ ആയിട്ടാണ് രണ്ട് ട്രാൻസിസ്റ്ററിലേക്ക് ഷെയർ ചെയ്തിരിക്കുകയാണ് അല്ലെ. ഒരെണ്ണത്തിൽ as it decrease in one device, ഒരെണ്ണത്തിൽ അത് ഡിക്രീസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എന്റെ അടുത്തതിൽ ഇൻക്രീസ് ആകും. ഇവിടെ എത്രത്തോളം ഡിക്രീസ് ആകുന്നുണ്ടോ അതെനിക്ക് അടുത്തതിൽ ഇൻക്രീസ് ആകുന്നുണ്ട്. Throughout the signal cycle, reducing the output voltage and the current to 0. അങ്ങനെ ആ ഒരു സം കംപ്ലീറ്റ് ആകുമ്പോൾ എന്റെ വോൾട്ടേജും 0, ഔട്ട്പുട്ട് കറന്റും വോൾട്ടേജും എന്താകും, 0യിലേക്ക് എത്തും. Okay, the result is that both halves of the output waveform now swings from 0 to twice the quiescent currently, thereby reducing the dissipation. അപ്പോൾ നമ്മുടെ റിസൾട്ടന്റ് വേവ് ഫോമിൽ എങ്ങനെയാണ് വരുന്നത്, നമുക്ക് വരുന്ന ഒരു റിസൾട്ട് അതായത് ഒരു വേവ് ഫോം എന്ന് പറയുന്നത് swings from the 0 to twice the quiescent, നമുക്ക് ഡബിൾ ആകുന്നുണ്ട് അല്ലെ, നമുക്ക് ട്വൈസ് ചെയ്യുന്നുണ്ട്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ക്ലാസ് എ ആംപ്ലിഫയറിന്റെ മെയിൻ ഡ്രോബാക്ക് ആയ ആ ഒരു ഡിസിപ്പേഷൻ, ഹീറ്റ് ഡിസിപ്പേഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. This has the effect of almost doubling the efficiency of the amplifier to around 70%. നമ്മുടെ ക്വിസന്റ് ടൈസിലേക്കാണ് നമുക്ക് കറന്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആംപ്ലിഫയറിന്റെ ആ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് ട്വൈസ് ആക്കാൻ പറ്റും. ക്ലാസ് എ ആംപ്ലിഫയറിൽ നിന്നും അതിന്റെ ട്വൈസ് ആക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഫ്രം 30% to നിയർലി അറൌണ്ട് 70%, ഡബിൾ ആക്കാനായിട്ട് നമുക്ക്
സാധിക്കുന്നുണ്ട് ക്ലാസ് ബി ആംപ്ലിഫയർ. The class B amplifier has the big advantage over their class A amplifier cousins in that no current flows through the transistor when they are in their quiescent state, that is the no input signal. Therefore, no power dissipated in the output transistor or transformer when there is no signal present, unlike class A amplifier stages. അതായത് നമ്മൾ ക്ലാസ് എ ആംപ്ലിഫയറിൽ നമ്മളൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിരുന്നു, ഇൻപുട്ട് സിഗ്നൽ ഇല്ലെങ്കിൽ കൂടെ നമുക്ക് ഔട്ട്പുട്ട് ലോഡ് കറന്റ് അവിടെ ഫ്ലോ ആവുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ ആ ഒരു റെസിസ്റ്ററിന് നമുക്ക് ചൂടാകാനും ഹീറ്റ് ഡിസിപ്പേഷൻ ഉണ്ടാകാനും കാരണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ക്ലാസ് എ ആംപ്ലിഫയറിൽ. എന്നാൽ ക്ലാസ് ബി ആംപ്ലിഫയറിൽ നമുക്ക് ആ ഒരു പ്രോബ്ലം വരുന്നില്ല. ബിക്കോസ് നമ്മുടെ ഈ ഒരു ദർ ഇസ് നോ ഇൻപുട്ട് സിഗ്നൽ, നമുക്ക് അവിടെ ഇൻപുട്ട് സിഗ്നൽ ഇല്ലെങ്കിൽ നമുക്കൊരു ലോഡ് കറന്റിലൊക്കെ, അതായത് ലോഡിലൂടെ ഒരു കറന്റ് ഫ്ലോ ഇവിടെ നടക്കുന്നില്ല. ബിക്കോസ് നമ്മൾ 2 ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് നമുക്ക് എന്താണ്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു എംപ്റ്റി ടൈം നമുക്ക് അവിടെ വരുന്നില്ല, അതായത് സിഗ്നൽ ഇല്ലാത്തൊരു ടൈം നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ആ ഒരു പവർ ഡിസിപ്പേഷന്റെ ആ ഒരു ഹീറ്റ് ഡിസിപ്പേഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. So overall the conversion efficiency of an amplifier that is equivalent of class A with the efficiency reaching that high 70% possible, resulting in near all by modern type of work. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞു തന്നെയാണ്, അതായത് നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് ഡബിൾ ആകുന്നുണ്ട്. ക്ലാസ് എ ആംപ്ലിഫയറിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഡബിൾ ആകുന്നുണ്ട്. ഓക്കെ, അതാണ് ക്ലാസ് ബി ആംപ്ലിഫയറിൽ വരുന്നത്. അപ്പൊ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? വെരി സ്ലോ സ്റ്റാൻഡിംഗ് ബയാസ് കറന്റ് ആണ്, നെഗ്ലിജിബിൾ പവർ കൺസംഷൻ വിത്തൗട്ട് സിഗ്നൽ. വിത്തൗട്ട് സിഗ്നൽ നമുക്ക് നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു പവർ കൺസംഷൻ ആണ് അവിടെ വരുന്നത്. ക്യാൻ ബി യൂസ്ഡ് ഫോർ മച്ച് മോർ പവർ ഔട്ട്പുട്ട്സ് ദാൻ ക്ലാസ് എ ആംപ്ലിഫയർ, ദെൻ മോർ എഫിഷ്യന്റ് ദാൻ ദി ക്ലാസ് എ. ഓക്കെ, ക്ലാസ് എ ആംപ്ലിഫയറിനേക്കാൾ നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു, എഫിഷ്യന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? ഇവിടെ ഒരു ക്രോസ് ഓവർ പ്രോബ്ലം വരുന്നുണ്ട്, അതാണ് ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. സപ്ലൈ കറന്റ് ചേഞ്ചസ് വിത്ത് സിഗ്നൽ, സ്റ്റെബിലൈസ്ഡ് സപ്ലൈ മേ ബി നീഡ്. അപ്പൊ നമുക്ക് നമ്മുടെ സിഗ്നലിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ, സിഗ്നലിന് എന്തെങ്കിലും ഒരു ഇൻപുട്ട്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഒരു കറന്റിൽ വേരിയേഷൻ വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു സ്റ്റെബിലൈസ്ഡ് സപ്ലൈ ആവശ്യമുണ്ട്. ക്ലാസ് എനേക്കാൾ ഡിസ്റ്റോർഷൻ കൂടുതലാണ്, ക്ലാസ് ബിയിൽ ക്ലാസ് എനേക്കാൾ ഡിസ്റ്റോർഷൻ കൂടുതലാണ്. ഓക്കെ, നമ്മൾ എത്രയൊക്കെ എഫിഷ്യന്റ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് അവിടെ ഒരു ഡ്രോബാക്ക് വരുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് ക്ലാസ് എനേക്കാൾ കൂടുതലാണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസ് എ ബി ആംപ്ലിഫയർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ് എ എന്താണെന്ന് പഠിച്ചു, ക്ലാസ് ബി എന്താണെന്ന് പഠിച്ചു. ഈ ക്ലാസ് എ ബി ആംപ്ലിഫയർ എന്ന് പറഞ്ഞെങ്കിൽ പേരിൽ തന്നെ ഉണ്ട് എ ബി. നമ്മൾ എ ബിനെ ജോയിൻ ചെയ്യാണ്, ക്ലാസ് എ ആംപ്ലിഫയറിനെയും അതുപോലെ തന്നെ ക്ലാസ് ബി ആംപ്ലിഫയറിനെയും കൂടി നമ്മൾ കമ്പൈൻ ചെയ്യുകയാണ്. അതായത് ക്ലാസ് എ ആംപ്ലിഫയറിന്റെ അഡ്വാൻറ്റേജസും ക്ലാസ് ബി ആംപ്ലിഫയറിന്റെ അഡ്വാൻറ്റേജസും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു റിസൾട്ട് ആയിട്ട് വരുന്ന ഒരു ആംപ്ലിഫയർ ആണ് ക്ലാസ് എ ബി ആംപ്ലിഫയർ എന്ന് പറയുന്നത്. നോക്കൂ, both class B amplifier and the class AB amplifier have an output stage comprising of 2 transistors whose output are configured in such a way that is reconstruct with the full 360-degree input waveform with or without distortions. അപ്പോൾ നമുക്ക് ക്ലാസ് എയിൽ നമുക്ക് എന്താണ് ഡിസ്റ്റോർഷൻസ് കുറവാണ്, ക്ലാസ് ബിയിൽ ഡിസ്റ്റോർഷൻസ് വരുന്നുണ്ട്. പക്ഷെ 2 ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എഫിഷ്യൻസി കൂടുതലാകും. അപ്പൊ രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും, നമുക്ക് ഡിസ്റ്റോർഷൻസ് വരുന്ന, അതായത് ഔട്ട്പുട്ടിൽ വരുന്ന ഡിസ്റ്റോർഷൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. To produce an amplifier with high efficiency output of the class B configuration along with the low distortion of class A configuration. അപ്പൊ നമുക്ക് ക്ലാസ് ബി എന്ന് പറഞ്ഞ എഫിഷ്യൻസി 70% ഉണ്ട്. അപ്പൊ എനിക്ക് ഹൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്, അതായത് ഹൈ എഫിഷ്യൻസി ഔട്ട്പുട്ട്. അപ്പൊ ക്ലാസ് ബിയുടെ ഹൈ എഫിഷ്യൻസിയും ക്ലാസ് എയുടെ ലോ ഡിസ്റ്റോർഷൻസും കൂടി ഞാൻ കമ്പൈൻ ചെയ്യുകയാണ്. 2 classes resulting in a new type amplifier circuit called class AB amplifier. Okay, ഇതാണ് ക്ലാസ് എ ബി ആംപ്ലിഫയർ എന്ന് പറയുന്നത്. Then the class AB amplifier output stage combines the advantages of the class A amplifier and the class B amplifier while minimizing the problems of low efficiency and distortions associated with them. അപ്പൊ എയിൽ ഉണ്ടാവുന്ന ഡിസ്റ്റോർഷൻസ് എനിക്ക് കുറവാണ്, അപ്പൊ അത് ഞാൻ എടുത്ത് കമ്പൈൻ ചെയ്യാണ്. Then ബിയിൽ എനിക്ക് എന്താണ്, എഫിഷ്യൻസി കൂടുതലാണ്, സോ അത് ഞാൻ എയുടെ കൂടെ കമ്പൈൻ ചെയ്യും. അപ്പൊ എനിക്ക് റിസൾട്ടിൽ വരുന്നത് ഹൈ എഫിഷ്യന്റ് വിത്ത് ലോ ഡിസ്റ്റോർഷൻസ് ആയിരിക്കും. അതാണ് ക്ലാസ് എ ബി ആംപ്ലിഫയർ എന്ന് പറയുന്നത്. നമുക്കൊരു കമ്പാരിസൺ നോക്കാം. ഓക്കെ, കമ്പാരിസൺ ഓഫ് ദ ഡിഫറെന്റ് ആംപ്ലിഫയർ. എന്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലാസ് എ ആംപ്ലിഫയർ, സെക്കൻഡ് വൺ ഇസ് ദ ക്ലാസ് ബി ആംപ്ലിഫയർ ആൻഡ് ദ തേർഡ് വൺ ഇസ് ദ ക്ലാസ് എ ബി ആംപ്ലിഫയർ. ഓക്കെ, ക്ലാസ് എ നോക്കൂ, ദ ആംപ്ലിഫയർ സിംഗിൾ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ കണ്ടക്ട് ഫുൾ for the full 360 of the cycle of the input waveform. അപ്പോൾ ക്ലാസ് എ ആംപ്ലിഫയർ എന്ന് പറയുന്നത് എന്റെ ഫുൾ 360ക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ.
The amplifier class B യിൽ എങ്ങനെയാണ് first positive half cycle then second half cycle. The amplifiers two output transistor only conduct for one half, that is 180 degree of the input waveform. അപ്പോൾ ഇവിടെ എനിക്ക് ഒരു ട്രാൻസിസ്റ്റർ ആണ് ഉള്ളത്. ആ ഒരു ട്രാൻസിസ്റ്റർ എന്റെ രണ്ട് ഇതിലും അതന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. ഇവിടെ എങ്ങനെയാണ് ഒരു ട്രാൻസിസ്റ്റർ പോസിറ്റീവിൽ കണ്ടക്ട് ചെയ്യുന്നു, അടുത്ത ട്രാൻസിസ്റ്റർ ആണ് നെഗറ്റീവിൽ കണ്ടക്ട് ചെയ്യുന്നത്. Then class AB യിൽ എന്താണ് the amplifiers two output transistor conduct somewhere between 180 degree to 360 degree of the input waveform. അപ്പോൾ 180 to 360 യുടെ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്, ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നില്ല. ഇൻ ബിറ്റ്വീൻ 180 to 360 ആ ഒരു ഗ്യാപ്പിലായിരിക്കും ക്ലാസ് എ ബി ആംപ്ലിഫയർ എന്ന് പറയുന്നത് കണ്ടക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ ഈ ഒരു മൂന്ന് ഗ്രാഫ് എന്താന്നുള്ളത്? ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലാസ് എ ബി ആംപ്ലിഫയറിന്റെ ഒരു സർക്യൂട്ട്. നോക്കൂ, എനിക്കൊരു ഫസ്റ്റ് ക്ലാസ് എ ആംപ്ലിഫയറിന്റെ ഒരു ഫസ്റ്റ് സർക്യൂട്ട് ഇവിടെ ഉണ്ട്. അതായത് ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ഉണ്ട്. ക്ലാസ് എ ബി ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് 2 ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരു ട്രാൻസിസ്റ്റർ ഉള്ളതുകൊണ്ട് എനിക്ക് ഡിസ്റ്റോർഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. രണ്ട് ട്രാൻസിസ്റ്റർ ഔട്ട്പുട്ടിൽ ഉള്ളത് കൊണ്ട് എന്റെ എഫിഷ്യൻസി എനിക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ടും പറ്റും. ഇതാണ് ക്ലാസ് എ ബി ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ വാല്യൂസ് ഒന്നും നോക്കണ്ട, അത് നമ്മൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഫിഗർ ആണിത്. ഈ വാല്യൂസ് ഒന്നും ജസ്റ്റ് നോക്കണ്ട, R1, R2, R3 ആ രീതിയിൽ പഠിച്ചാൽ മതി. ഓക്കെ, ഈ വാല്യൂസ് നമുക്ക് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, here that a class AB amplifier is biased so that output current flows for less than one full cycle of the input waveform but more than a half cycle. അല്ലെ, അതായത് ഇവിടെ ക്ലാസ് എ ബി ആംപ്ലിഫയറിൽ ഒരു ഫുൾ സൈക്കിളിൽ കണ്ടക്ട് ചെയ്യുന്നില്ല, എന്നാൽ ഹാഫ് സൈക്കിളിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. The implementation of class A and B amplifier is very similar to the standard class B configuration in that it uses two switching transistors as a part of the complementary output stage, with each transistor conducting on opposite half cycle of the input waveform before being combined at the load. നമ്മൾ ക്ലാസ് ബിയുടെ കാര്യത്തിൽ പറഞ്ഞ സെയിം പ്രോസസ് തന്നെയാണ് അല്ലെ. രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും ഓപ്പോസിറ്റ് ഇൻ ഫേസ് ആണ്. ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ട്രാൻസിസ്റ്റർ 1 കണ്ടക്ട് ചെയ്യും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ട്രാൻസിസ്റ്റർ 2 കണ്ടക്ട് ചെയ്യും. ദെൻ അതിനെന്ത് ചെയ്യുന്നു, രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് റിസൾട്ട് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നത്. Thus, by allowing both switching transistors to conduct current at the same time for a very short period, the output waveform during the zero crossover period can be substantially smoothed, reducing the crossover distortion associated with the class B amplifier. അപ്പോൾ നമ്മൾ ഈ രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഒരു ചെറിയൊരു ഷോർട്ട് പീരീഡ് ആയിരിക്കും ആ ഒരു കറന്റ് വരുന്ന ടൈമിൽ കണ്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ അലോ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ക്ലാസ് ബിയുടെ ഒരു മെയിൻ ഡ്രോബാക്ക് ആണ് നമുക്ക് അവിടെ ഡിസ്റ്റോർഷൻസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഒരു ചെറിയൊരു കറന്റ്, അതായത് രണ്ട് സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ഒരു കറന്റ് ചെറിയൊരു ഷോർട്ട് പീരീഡ് ഓഫ് കറന്റിൽ മാത്രം കണ്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ ആലോചിക്കും. അപ്പൊ എന്ത് ചെയ്യും, അവിടെ ആ ഒരു ക്രോസ് ഓവർ പീരീഡ് വരുന്നുണ്ടല്ലോ, അതിനെ നമുക്ക് ഒന്ന് സ്മൂത്ത് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ആ ഡിസ്റ്റോർഷനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ക്ലാസ് ബി ആംപ്ലിഫയറിന്റെ ആ ഒരു പ്രോബ്ലം നമുക്ക് ഇവിടെ മിനിമൈസ് ചെയ്യാൻ പറ്റും. Then the conduction angle is greater than 180 degree but much smaller than 360 degree. അപ്പോൾ നമ്മുടെ conduction angle ആണ്, നമ്മൾ ആ ഗ്രാഫിൽ നോക്കിയിരുന്നില്ലേ, conduction angle in between 180 degree and 360 degree ആണ് അല്ലെ. അതായത് 180 ഡിഗ്രിനേക്കാൾ കൂടുതലാണ്, എന്നാൽ 360നേക്കാൾ വളരെ കുറവുമാണ്. അതാണ് ആ ഒരു ബിറ്റ്വീൻ ടൈമിലായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും നമുക്ക് എന്തായാലും അറിയും. എയുടെ അഡ്വാൻറ്റേജ് ഉണ്ടാകും, ബിയുടെ അഡ്വാൻറ്റേജ് ഉണ്ടാകും. The main advantage of the class AB amplifier is the elimination of crossover distortion. നമ്മൾ ജസ്റ്റ് പ്രീവിയസ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തതാണ്. നമ്മുടെ crossover distortion നമുക്ക് reduce ചെയ്യാനായിട്ട് പറ്റും. Provide high efficiency and amplification of the signal than class A amplifier. Class A amplifierനേക്കാൾ നമുക്ക് efficiency കൂടും, അതുപോലെ തന്നെ എന്താണ് amplificationും increase ചെയ്യാൻ പറ്റും. It is a linear amplifier because the amplitude and the phase of the output signals are same as the input. നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് എന്താണോ അതന്നെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്ന സെയിം ഫേസും ആംപ്ലിറ്റ്യൂഡും. അതുകൊണ്ടാണ് ഇത് ഒരു ലീനിയർ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. Preferred for radios, audio system and TV receivers, അതിനൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. Provides high efficiency and high frequency response, less harmonic distortions. ഇതൊക്കെ അതിന്റെ അഡ്വാൻറ്റേജുകളാണ്. ഡിസ്അഡ്വാൻറ്റേജുകൾ ഉണ്ടാവുമല്ലോ എന്തായാലും നമുക്ക്. Practically, the efficiency of the class AB amplifier is less than when compared to the efficiency of the class B amplifier. നമ്മൾ പറഞ്ഞു class B amplifier 70% ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കമ്പൈൻ ചെയ്യുന്നത് അല്ലെ. പക്ഷേ നമ്മൾ ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ഡിവൈസ്, അതായത് രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ആംപ്ലിഫയേഴ്സിനെയാണ് നമ്മൾ കമ്പൈൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് റിസൾട്ട് 70% കിട്ടണം എന്നൊരു ഉറപ്പില്ല. എന്തായാലും 70%ന്റെ തൊട്ട് താഴെയുള്ള രീതിയിലുള്ള ഒരു എഫിഷ്യൻസി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ സർക്യൂട്ട് ഈസ് കോംപ്ലെക്സ്. നമ്മുടെ സർക്യൂട്ട് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ,
കുറച്ച് കൂടുതലായിട്ടുള്ള റെസിസ്റ്ററും ട്രാൻസിസ്റ്റേഴ്സും അപ്പോൾ കുറച്ച് കോംപ്ലക്സ് ആണ് കമ്പയർ ടു ക്ലാസ് എ ആൻഡ് ബി. കോസ്റ്റ് ഹൈ. അപ്പൊ നമ്മുടെ സർക്യൂട്ട് കോംപ്ലക്സ് ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോസ്റ്റ് ഓഫ് ദ സർക്യൂട്ട് എന്ന് പറയുന്നത് കൂടും. ഇൻഅപ്രോപ്രിയേറ്റ് ബയാസിംഗ് പ്രൊഡ്യൂസ് സ്പൈക്സ് ഇൻ ദ ഔട്ട്പുട്ട് സിഗ്നൽ റിസൾട്ടിംഗ് ഇൻ ക്രോസ് ഓവർ ഡിസോർഷൻ. ഇപ്പൊ നമ്മൾ ബയാസിംഗ് പ്രൊഡ്യൂസ്, അതായത് നമ്മൾ കൊടുക്കുന്ന ബയാസിംഗ്, നമ്മൾ ഇതിൽ കുറച്ച് ബയാസിങ്ങുകൾ യൂസ് ചെയ്യുന്നുണ്ട്. വോൾട്ടേജ് ബയാസിംഗ്, ഡയോഡ് ബയാസിംഗ്, അങ്ങനെയുള്ള രണ്ട് ബയാസിങ്ങുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ബയാസിംഗ് നമ്മൾ കൊടുക്കുന്നത് പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് എന്താകും? നമ്മൾ എന്തിനാണോ എലിമിനേഷൻ നടത്താൻ നിന്നത് ഡിസ്റ്റോർഷന്, അത് ചിലപ്പോൾ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ ഇൻക്രീസ് ആകാൻ ചാൻസസ് ഉണ്ട്. അതായത് ഔട്ട്പുട്ട് സിഗ്നൽ ആ ഒരു ബയാസിംഗ് പ്രോപ്പർ ആയില്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നലിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? നമ്മുടെ സ്പൈക്കുകൾ ഇൻക്രീസ് ആകും. അതുവഴി നമുക്കൊരു ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ അവിടെ ക്രിയേറ്റ് ആകും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നമ്മുടെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ്? ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയേഴ്സ്, ടിവിയിലുള്ള ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയറിൽ, പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റംസ്, അതായത് നമ്മൾ കോമൺ ആയിട്ട് എവിടെയെങ്കിലും സംസാരിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതിൽ, TV റിസീവേഴ്സിൽ, റേഡിയോ റിസീവേഴ്സിൽ, CD പ്ലെയറിൽ, സാറ്റലൈറ്റ് ആൻഡ് അതർ വയർലെസ് കമ്മ്യൂണിക്കേഷൻ, ഇവിടെയൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസ് എ ബി ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യാം. അതായത് പ്രോപ്പർ ബയാസിംഗ് ഒക്കെ ശ്രദ്ധിച്ചാൽ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ദ ക്ലാസ് സി ആംപ്ലിഫയർ. അപ്പൊ നമ്മൾ പറഞ്ഞു എ ബി സി ഡി. അപ്പൊ ഈ സിയും ഡിയും ജസ്റ്റ് എന്താന്ന് മാത്രം അറിഞ്ഞാൽ മതി, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെന്നില്ല. എയും ബിയും ആണ് നമുക്ക് കൂടുതലായിട്ട് പ്രിഫർ ചെയ്ത് നോക്കാനുള്ളത്. ഓക്കെ, so the design of the class C amplifier has a great efficiency and poor linearity. അപ്പോൾ നമ്മുടെ ക്ലാസ് സി ആംപ്ലിഫയറിന് ഒരു എഫിഷ്യൻസി കൂടുതലാണ്, ലീനിയാരിറ്റി കുറവിലാണ്. In the previous amplifiers we have discussed the class A B are linear amplifiers. Linear amplifier എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് എന്താണോ അതേ ആംപ്ലിറ്റ്യൂഡും ഫേസും ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്നത്. അപ്പൊ ഇവിടെ പുവർ ലീനിയാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പറയുന്ന നമ്മുടെ ആ ഒരു ഇതിന് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. The class C amplifier is deeply biased, hence the output current is 0 for more than 1/2 of the input signal and the transistor ideally at the cutoff point. അപ്പോൾ ക്ലാസ് സി ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഡീപ്ലി നമ്മൾ നല്ല രീതിയിൽ ബയാസ് ചെയ്യണം. അപ്പോൾ ഔട്ട്പുട്ട് കറന്റ് എന്ന് പറയുന്നത് ഒരു മോർ ദാൻ 1/2 സൈക്കിളിൽ നമുക്ക് 0 ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ടൈമിൽ നമ്മുടെ ഐഡിയൽ മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ജസ്റ്റ് ട്രാൻസിസ്റ്റർ ഓൺ ആണ് പക്ഷെ കണ്ടക്ട് ചെയ്യുന്നില്ല, ആ ഒരു സ്റ്റേജ് ആണ് അല്ലെ. Because of the serious audio distortion, the class C amplifiers are high frequency sine wave oscillations ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സി ആംപ്ലിഫയറിൽ എന്ന് പറയുന്നത് ഒരു ഓഡിയോ ഡിസ്റ്റോർഷൻസ് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് ഒരു ഫ്രീക്വൻസി സൈൻ വേവ് ഓസിലേഷൻസ് ആയിട്ടായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, ഇത് നോക്കൂ, ഇതാണ് നമ്മുടെ ഒരു ക്ലാസ് സി ആംപ്ലിഫയറിന്റെ ജസ്റ്റ് ഒരു സർക്യൂട്ട് ഡയഗ്രാം. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് RFC രണ്ട് ഇൻഡക്ടേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഔട്ട്പുട്ടിൽ നമ്മളൊരു കപ്പാസിറ്റർ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് എന്റെ ഒരു ട്രാൻസിസ്റ്റർ. ദിസ് ഈസ് ദ സിമ്പിൾ ഡയഗ്രാം ഫോർ ദ ക്ലാസ് സി ആംപ്ലിഫയർ. ഓക്കെ, ഇതിന്റെ അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞു. ആംപ്ലിഫയറിന്റെ എഫിഷ്യൻസി കൂടുതലാണ്. ഇൻ ക്ലാസ് സി ആംപ്ലിഫയർ ദ ഫിസിക്കൽ സൈസ് ഈസ് ലോ ഫോർ ദ ഗിവൺ ഔട്ട്പുട്ട് പവർ. നമ്മുടെ ഫിസിക്കൽ സൈസ്, അതായത് നമ്മൾ കണ്ടു സർക്യൂട്ട് വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഫിസിക്കൽ സൈസ് എന്ന് പറയുന്നത് ഒരു ഗിവൺ ഔട്ട്പുട്ട് പവർ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് നമുക്ക് വേണ്ടത്. ഡിസ്അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ലീനിയാരിറ്റി ഉണ്ടാവില്ല. ക്ലാസ് സി ആംപ്ലിഫയർ നോട്ട് യൂസ് ചെയ്യുന്ന ഓഡിയോ ആംപ്ലിഫയേഴ്സിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്കവിടെ ഓഡിയോ ഡിസ്റ്റോർഷൻസ് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. The dynamic range of the class C amplifier is decreased. Dynamic range നമുക്ക് ഇവിടെ ക്ലാസ് സി ആംപ്ലിഫയറിൽ ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ കൂടുതലായിട്ട് റേഡിയോ ഫ്രീക്വൻസി ഇന്റർഫേസസ് നമുക്ക് ഒരുപാടായിട്ട് ഇവിടെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത് ക്ലാസ് സി ആംപ്ലിഫയറിൽ. ഓക്കെ, സോ ദ ആംപ്ലിഫിക്കേഷൻ ഈസ് യൂസ്ഡ് ഫോർ ദ RF ആംപ്ലിഫയേഴ്സ്. കാരണം നമ്മൾ ആ ഒരു RF ഇന്റർഫേസസ് നമുക്ക് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയേഴ്സ് നമുക്ക് ഈ പറയുന്ന ക്ലാസ് സി ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. Next one is the class D amplifier. The class D amplifier is non-linear switching amplifier or PWM amplifier. Okay, pulse width modulation amplifier ആണ് PWM amplifier എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ് ഡി ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഒരു നോൺ ലീനിയർ സ്വിച്ചിങ് ആംപ്ലിഫയർ ആണ്. നോൺ ലീനിയർ മീൻസ് എന്താണ്? എനിക്ക് ഇൻപുട്ട് എന്താണോ അതിന്റെ പോലെ തന്നെ ഔട്ട് ഓഫ് ഫേസിലൊക്കെ ആയിരിക്കാം വരുന്നത് അല്ലെ. This amplifier can reach 100% efficiency in theoretically and there is no period of during the cycle. നമുക്ക് 100% തിയററ്റിക്കലി എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എത്രയാണ് 100% കിട്ടും. പ്രാക്ടിക്കലി നിയർലി 100%, ഒരു 90, 95 അങ്ങനെയുള്ള രീതിയിലുള്ള എഫിഷ്യൻസി നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. The voltage and current waveforms overlap. The current is drawn only when the help of the transistor which is on in state. ട്രാൻസിസ്റ്റർ ഓൺ സമയത്ത് മാത്രമായിരിക്കും നമ്മുടെ ഈ കറന്റ് വോൾട്ടേജും കറന്റ് വേവ് ഫോമില് ഒരു ഓവർലാപ്പ് ഉണ്ടാകുന്നില്ലേ, അതിന് നമുക്ക് ക്യാൻസൽ, അതിന് നമുക്ക് ഡ്രോൺ ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെ പറ്റും? ആ ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്കത് പോസിബിൾ ആകുള്ളൂ. This amplifier also called as digital amplifier. D ആംപ്ലിഫയറിനെ നമുക്ക് ഡിജിറ്റൽ ആംപ്ലിഫയർ എന്നും കൂടി വിളിക്കാം.
ഇതാണ് നമ്മുടെ ഒരു ക്ലാസ് ഡി ആംപ്ലിഫയറിന്റെ ഒരു സർക്യൂട്ട്. ഓക്കെ, ക്ലാസ് ഡി ആംപ്ലിഫയർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട്. ട്രയാങ്കുലർ വേവ് ജനറേറ്റർ, ഒരു വേവ് ജനറേറ്റർ കൊടുത്തിട്ടുണ്ട് ഒരു ഇൻപുട്ട് സിഗ്നലിന്. അതിന് ഞാൻ ഒരു കമ്പയർ ചെയ്തിട്ട് എനിക്ക് അതിനെ ഒരു സ്ക്വയർ വേവ് ആക്കി കിട്ടിയിട്ടുണ്ട്. ഇത് സ്വിച്ചിങ് കൺട്രോളർ ആൻഡ് ഔട്ട്പുട്ട് സ്റ്റേജ്. ഇവിടെയാണ് ഞാൻ എന്റെ സിഗ്നൽ കൊടുത്തിരിക്കുന്നത്. ദെൻ ഒരു ലോ പാസ് ഫിൽറ്റർ, അതായത് ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷന്റെ സർക്യൂട്ട് ആണിത്. ഓക്കെ, ഒരു ക്ലാസ് ഡിയുടെ അല്ല, ഒരു ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത്. കണ്ടില്ലേ, ലൗഡ് സ്പീക്കർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ ഔട്ട്പുട്ട് സിഗ്നൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് കണ്ടോ, ചെറിയൊരു വേവ് ഫോം ആണ്. എന്റെ ഔട്ട്പുട്ട് കണ്ടില്ലേ, ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആണ്. അപ്പൊ എന്റെ മാഗ്നിറ്റ്യൂഡ് വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഫേസിലോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസും വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് വരുന്ന നമ്മുടെ ക്ലാസ് ഡി ആംപ്ലിഫയറിന്റെ advantages. The class D amplifier has more efficient, that is more than 90%. നമ്മൾ പറഞ്ഞു theoretically 100% ആണ്, practically maybe it is more than 90% കിട്ടും. In this class D amplifier there is low power dissipation. നമുക്കിവിടെ power dissipation വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് efficiency high ആവാനായിട്ട് reason. Disadvantage: the design of the class D amplifier is more complex than the MB amplifier. ഒരു D amplifierന്റെ ഡിസൈൻ എന്ന് പറയുന്നത് AB amplifierനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, അതിന്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. താങ്ക് യു. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.